ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു ഫുൾ വിശേഷം കേട്ട് നോക്കിയാലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ഇന്നലെ നമ്മുടെ ഈ ആഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെയൊക്കെ ഒരു വിശേഷമാണ് ഇട്ടിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് വരാനിരിക്കുന്നതിൻ്റെ ഒരു വിശേഷം കേൾക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നാലല്ലേ നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ ഉള്ളൂ. അതോടൊപ്പം പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക കേട്ടോ. പിന്നെ ഒരു സ്റ്റാർ ബട്ടൺ വരും, അത് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് തന്നെ നമ്മുടെ അലീനയും രോഹിത്തും കൂടെ കോളേജിലേക്ക് എത്തുകയാണ്. നമ്മുടെ രോഹിത്തിൻ്റെ മുഖത്ത് നല്ല ടെൻഷനാണ് കേട്ടോ. അലീനയ്ക്കും ഉള്ളിൽ ടെൻഷനുണ്ടെങ്കിലും അത് പുറമേ അധികം കാണിച്ചില്ല. കാരണം ഈ ആ പ്രിൻസിപ്പൾ ഒരിച്ചിരി മൽപ്പിടുത്തക്കാരനാണ്. കാരണം ബാലേന്ദ്രൻ പോയിട്ടൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒന്നിനും തയ്യാറല്ല. അങ്ങനെ അവരവിടെ ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു അവിടുത്തെ സ്റ്റാഫ് വന്നു. അപ്പോൾ അലീനയുടെ അടുത്ത് ചോദിച്ചു, എന്തേ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫാദറിനെ ഒന്ന് കാണണം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഒരു അപേക്ഷ സമർപ്പിക്കാനാണെന്ന് അലീന പറയും. അപ്പോൾ ഇങ്ങനെ തന്നോളൂ കൊടുത്തേക്കാന്ന് പറയും. അപ്പോൾ അലീന പറയല്ല, ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ അയാൾ ചോദിക്കും, അഡ്മിഷൻ്റെ കാര്യത്തിനെങ്കിലാണോ? അതെ അഡ്മിഷൻ്റെ കാര്യമാണെന്ന് പറയാം. അങ്ങനെ അയാൾ അകത്ത് പോവാണ് ഫാദറിനെ കണ്ട് പെർമിഷൻ മേടിക്കാനായിട്ട്. അപ്പോൾ രോഹിത് ഈ സമയം അലീനയുടെ അടുത്ത് ചോദിക്കും, അല്ല നമ്മൾ അഡ്മിഷൻ്റെ കാര്യത്തിനല്ലല്ലോ വന്നേക്കണേ. അപ്പോൾ അലീന പറഞ്ഞു, അതെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ കള്ളത്തരം പറയേണ്ടി വരും, എന്നാലേ അത് വേറൊരു വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അയാൾ വന്ന് പറഞ്ഞ് ഫാദർ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അലീനയും രോഹിത്തും കൂടെ ചെല്ലണം. അപ്പോൾ രോഹിത് അകത്ത് കയറാനൊക്കെ ഒന്ന് മടിക്കുന്നുണ്ട്. കാരണം ഒരു ഭയവും പേടിയും ഒക്കെ ഉണ്ട് രോഹിത്തിന്. ഒരു എൻജിനീയറിങ് കോളേജാണ്. ആ കോളേജിലിരിക്കുന്ന ഈ ഒരു ഇതിലിരിക്കുന്ന ഫാദർ അതിൻ്റേതായ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെ അവർ ഫാദറിൻ്റെ അടുത്തെത്തി. അപ്പം അകത്തോട്ട് വരാൻ ഫാദർ പറഞ്ഞു. അങ്ങനെ അലീനയും രോഹിത്തും ചെല്ലണം. പക്ഷേ രോഹിത്തിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഫാദറിന് അത്ര അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല ആരാണെന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഒരു അപേക്ഷ തരാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അപേക്ഷ എടുത്ത് അലീന ബാഗിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അത് വായിച്ച് കഴിഞ്ഞതും ഫാദറിൻ്റെ മുഖം അങ്ങ് മാറി. അപ്പോൾ ഫാദർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവൻ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇവനെ പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, ഞങ്ങൾ കഠിനമായ തീരുമാനമൊന്നും ഇവിടുത്തെ മാനേജ്മെൻറ്റ് എടുക്കരുതെന്ന് അപേക്ഷിക്കാനായിട്ടാണ് ഫാദറെ വന്നതെന്ന് പറഞ്ഞു. അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്തായാലും ഇതുപോലുള്ള ഒരു എൻജിനീയറിങ് കോളേജിൽ ഇവനെപ്പോലെ ഒരു പീഡന കേസിന് ഇരയായ ഇവനെപ്പോലെയുള്ളവനെ ഇനി തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആ തിരിച്ചെടുത്തത് വഴി മറ്റു കുട്ടികളിൽ, അതായത് ഇതുപോലെയുള്ള കേസുകൾ ചെയ്താലും പിന്നെയും തുടർന്ന് പഠിക്കാം എന്നൊരു വിചാരം മറ്റു കുട്ടികളിലും വരും. അതൊരിക്കലും ഞങ്ങളിവിടെ അനുവദിക്കില്ല. ഈ കോളേജിന് അതിൻ്റേതായ റെപ്യൂട്ടേഷനുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അലീന പറഞ്ഞു, നിർഭാഗ്യവശം കൊണ്ട് സംഭവിച്ചു പോയതാണ് ഫാദറെ. അവനതിൽ പശ്ചാത്താപമുണ്ട്. അവൻ ഇനി നേർവഴിക്ക് നടക്കുകയുള്ളൂ എന്നുള്ള പ്രതിജ്ഞയും എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഫാദർ പറഞ്ഞു, എന്ത് പ്രതിജ്ഞ എടുത്തിട്ടും കാര്യമില്ല. കാരണം ഇവൻ ആ പീഡന കേസിലെ ഇരയാണോ? ഇവൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇവനെ ജയിലിൽ നിന്ന് സബ് ജയിലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ വാസ്തവമല്ലേ? പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഇവൻ്റെ മുഖവും ഇവൻ്റെ ന്യൂസും ഒക്കെ വന്നതാണോ? ആ സ്ഥിതിക്ക് ഇനി ഈ കോളേജിലൊരു തിരിച്ചെടുക്കൽ ഉണ്ടാവത്തില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ആകെ ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഇലയ്ക്ക് ഒരു ഇങ്ങോട്ടും അടുക്കല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരിത്. എന്നിട്ട് ഫാദർ പറഞ്ഞു, ഇത്രയേറെ ദുഷ്കീർത്തി ഉണ്ടായ ഒരു സ്റ്റുഡൻറ്റിനെ ഈ കോളേജിൽ വെക്കുന്നത് പോലും മോശമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവനെ തിരിച്ചെടുക്കുന്ന പരിപാടി ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. കാരണം അത് മറ്റ് സ്റ്റുഡൻറ്റിനൊരു വളമാകും എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. അപ്പോൾ അലീന പറഞ്ഞു, ഫാദർ ഒരു കാര്യം ഒന്ന് പറയാൻ അനുവദിക്കണം. കാരണം വേറൊന്നുമില്ല, കോടതി ഇവൻ നിരപരാധി ആയതുകൊണ്ടാണ് അവന് ജാമ്യം അപേക്ഷിച്ചത്. പീഡനത്തിന് ഇരയായ ആ പെൺകുട്ടി തന്നെ കോടതിയിൽ അത് വെളിപ്പെടുത്തി. അതിനേക്കാൾ വലിയ ഒരു തെളിവ് വേണം ഫാദർ എന്ന് ചോദിക്കുകയാണ്. എന്ത് തെളിവുണ്ടായിട്ടും കാര്യമുണ്ടോ? ഈ കേസിലകപ്പെട്ടോ എങ്കിൽ അവൻ അത് നമുക്കത്
പിന്നെ വളരെ മോശം തന്നെയാണ്. കാരണം ബാക്കി കുട്ടികളുടെ പാരൻസിൻ്റെ അടുത്തും മറ്റൊന്നും നമുക്ക് അത് ഓരോ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ പറയാൻ പറ്റുമോ? ആ പെൺകുട്ടി വന്നിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ഫാദർ ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു അതില്ല, പക്ഷേ ഈ കോളേജിൽ ഫാദറിൻ്റെ അടുത്ത് വന്ന് വേണമെങ്കിൽ ആ പെൺകുട്ടി സത്യം പറയാം. അത് മാത്രവുമല്ല നമ്മുടെ രോഹിത് നിരപരാധിയാണെന്ന് വന്ന് ആ ന്യൂസ് മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ആ പത്രം എൻ്റെ കയ്യിലുണ്ട് സാർ, ഞാൻ അതിവിടെ കൊണ്ടുവന്ന് കാണിക്കാം ഫാദറെ എന്നൊക്കെ അലീന പറഞ്ഞു നോക്കിയാണ്. പക്ഷേ ഫാദർ അമ്പിലും വില്ലിലും അടുക്കല്ല. അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ആ ഒരു രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ അലീനയ്ക്ക് ഇനിയിപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. അലീനയുടെ കണ്ണൊക്കെ നിറയണം. ഒരു വശത്ത് രോഹിത് വല്ലാണ്ട് ഇങ്ങനെ മനസ്സ് പതറും പോലെ നിൽക്കണം. എന്നിട്ട് ഫാദർ ചോദിക്കുന്നുണ്ട്, എന്തായാലും കോടതി ഇവനെ നിരപരാധിയാണെന്ന് വിധിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ ഇനി ഈ കേസ് കഴിയുന്നവരെ കാത്തിരിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ കേസ് കഴിയുന്നവരെ കാത്തിരിക്കുക എന്ന് വെച്ചാൽ അപ്പോഴേക്കും അവൻ്റെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ സമയവും കടന്നു പോവില്ലേ ഫാദറെ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫാദർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയായ പെൺകുട്ടിയെ പണം കൊടുത്ത് സ്വാധീനിച്ചതാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. നമ്മളിപ്പോൾ എത്ര സത്യം വെച്ചിരുന്നാലും ആൾക്കാർ അങ്ങനെ പറയാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫാദർ ഇങ്ങനെ ഷൗട്ട് ചെയ്യണായ അലീന അതിനനുസരിച്ച രീതിയിൽ അലീനയെ മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫാദർ പറഞ്ഞു, ഈ കോളേജിന് ഒരു ഡിസിപ്ലിനറി ആക്ഷനുണ്ട്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തത്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഫാദർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആ തീരുമാനം അറിയിച്ചതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, ആ തീരുമാനം ഞങ്ങൾ അറിയിച്ചതല്ലേ. അപ്പോഴേക്കും അലീന നിന്ന് പതറാണ് കേട്ടോ. അപ്പോൾ അലീന ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദറെ 2000 വർഷം മുമ്പ് പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരു യേശുക്രിസ്തുവിനെതിരെ ഒരു കമ്മിറ്റി തയ്യാറാക്കിയായിരുന്നു. അതായത് യേശുവിനെ കുരിശിൽ തറയ്ക്കാനുള്ള ഒരു തീരുമാനം. അത് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അലീന ചോദിച്ചു. അത് ചോദിച്ചതും ഫാദറിന് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. അപ്പോഴേക്കും ഫാദർ പറഞ്ഞു, അതെ ഇനി ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ഇതിൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞതാണ്, ഇനി ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ഫാദർ കട്ടിപ്പിച്ച് അങ്ങോട്ട് പറയണേ. അപ്പോൾ അലീന പറഞ്ഞു, ഫാദർ ഒരു മനുഷ്യത്വമുള്ള ആളാണ് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഒരു നിരപരാധി ഒരു ഫാദറിൻ്റെ മുന്നിൽ വന്ന് നിന്ന് താൻ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് അവന് പശ്ചാത്താപം തോന്നി മുന്നോട്ട് ഇനി ഒരു ജീവിതം നയിക്കണമെന്ന് തോന്നിയിട്ട് അവനെ പിന്തള്ളിക്കളയുക ആണ് ഇപ്പോൾ ഫാദർ ചെയ്യുന്നതെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോൾ ആകെ ഒരിതായിപ്പോയി. എന്ന് വെച്ചാൽ ഫാദറിനും അലീനയുടെ ചില വാക്കുകളിൽ അങ്ങോട്ട് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതായിപ്പോയി. അങ്ങനെ അലീനയ്ക്ക് ആകെ ഒരു വിഷമമായി. ഫാദർ തീർത്ത് പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമല്ല, ഈ ടോപ്പിക്ക് അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞു. അലീന തിരിഞ്ഞു നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപത്തിൽ നോക്കിയിട്ട് കണ്ണ് അങ്ങ് സങ്കടപ്പെടാൻ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞിട്ട് കൂടി ഒരു അലിവ് ഫാദറിന് തോന്നുന്നില്ലല്ലോ എന്നോർത്തിട്ട്. എന്നിട്ട് അലീന തിരിഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചു, ഫാദർ സോറി ക്ഷമിക്കണം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന ഈ മേലങ്കിയേക്കാൾ വലുതാണോ അച്ഛൻ്റെ ഈ കുപ്പായം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഫാദറിനൊന്നും പറയാനില്ല. ഈശ്വരൻ്റെ കസേര, അതായത് ഈശ്വരൻ ഇരിക്കുന്ന ആ കസേരയേക്കാൾ വലുതാണോ ഫാദർ ഇരിക്കുന്ന കസേര എന്നുള്ളതാണ് അലീന ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ അടുത്ത് പാപികൾ ചെന്നു, രോഗികൾക്കുമാണ് മുൻഗണന. അതായത് ഒരു വേശി നിർത്തിയിട്ട് യേശു പറഞ്ഞു, പാപികളല്ലാത്തവർ കല്ലെറിയാൻ പറഞ്ഞു. അപ്പോഴേക്കും ആ നിന്ന ആൾക്കൂട്ടം എല്ലാവരും കല്ല് താഴെയിട്ടു. കാരണം പാപം ചെയ്യാത്ത ആരുമില്ല. അതുപോലത്തെ ഒരവസ്ഥയാണ്. നമ്മൾ ഒരു ഒരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, പക്ഷെ തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ ശിക്ഷിക്കുന്നത് ക്രൂരതയല്ലേ ഫാദറെ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന, അത് മാത്രമല്ല യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ഇടയൻ്റെ ഏറ്റവും നല്ല സ്വഭാവം 100 ആടുകളെ മേയ്ക്കാനായിട്ട് പോയപ്പോൾ ഒരാടിനെ കാണാതായി. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ആ 99 എണ്ണത്തിനെയും അവിടെ നിർത്തിയിട്ട് ആ കാണാതായ ഒരാടിനെ അന്വേഷിച്ച് പോകുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ആട്ടിടയനെന്ന്. അലീനയുടെ ഇങ്ങനത്തെ കുറച്ച് എന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ടാണ് അലീന ഫാദറിൻ്റെ മുമ്പിൽ ഈ വാക്കുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അത് വല്ലാണ്ട് ഫാദറിനെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ കുട്ടി പറയുന്നതിലും കാര്യങ്ങളില്ലേ. കാരണം
ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് ഇത്രയും അപേക്ഷിച്ച് പറഞ്ഞിട്ട് കൂടിയും ഫാദറിനൊരു മാറ്റം വരുന്നില്ല. ശരി, ഞങ്ങൾ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോട് അലീന ആ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഫാദറിൻ്റെ മനസ്സിൽ അലീന പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. അതായത് ഈ യേശു ഇട്ടിരിക്കുന്ന മേലങ്കിയേക്കാൾ വലുതാണോ അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എന്നുള്ളതൊക്കെ ആ കുറേ വാക്കുകൾ, വചനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ കുറേ വചനങ്ങൾ അലീന പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫാദർ ഓരോന്നും ഓർത്തെടുക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫാദർ പിന്നെ കാണിക്കുന്നില്ല. പിന്നെ അലീന വീട്ടിൽ വരുന്നു. അപ്പോഴേക്കും ബെല്ലടിച്ച് അകത്ത് കയറുമ്പോൾ രോഹിത്ത് സങ്കടം കൊണ്ടങ്ങ് മേളിൽ പോവാണ്, ഒന്നും മിണ്ടാണ്ട്. അപ്പോൾ കൃഷ്ണമോളാണ് ഡോറ് തുറന്നത്. കൃഷ്ണമോൾ അലീനയോട് ചോദിക്കുന്നു, പോയ കാര്യം ശരിയായില്ല അലീന ചേച്ചിയും ചോദിക്കുന്നത്. ഇല്ല മോളെ, ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രനും പുറത്ത് പോയിട്ട് വരികയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയാണ്. പോയ കാര്യം ഒന്നും നടപടിയായില്ല അച്ഛാ, ഞാൻ ഇത്രയും താഴ്ന്ന് പറഞ്ഞിട്ടും അച്ഛൻ്റെ മനസ്സ് അലിയുന്നില്ല. അവരുടെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അനുസരിച്ചിട്ട് അവർക്ക് ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഒരു സങ്കടമായ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, അതൊക്കെ നമുക്ക് ശരിയായി വന്നോളും, അവൻ ഓക്കെ ആയിക്കോളും, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും രഞ്ജുവിനെയാണ്. നമ്മുടെ കമലയായിട്ടിരുന്ന രഞ്ജു ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കമല. അങ്ങനെ രഞ്ജു കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. മനുവും ചോദിക്കുന്നുണ്ട് അമ്മ കഴിക്കുന്നില്ലേന്ന്. അപ്പം മനു ഇങ്ങനെ കമല എന്തെങ്കിലുമൊക്കെ എരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതായത് ഞങ്ങളെ രണ്ടുപേരെക്കാട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടം രോഹിത്തിനെ ആണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എടാ എന്ന് വെച്ചാൽ അമ്മ ഏതോ ഒരു ലോകത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചക്കയെന്ന് കേട്ടാൽ മാങ്ങയെന്ന് കേൾക്കും എന്നൊക്കെ പറഞ്ഞ് മനു കളിയാക്കി കേട്ടോ. അവസാനം കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയും, ഓടാ നീ എന്നെ ഒരു ഭ്രാന്തിയാക്കിയിട്ട് നീ ആ മറ്റവളെയും കൊണ്ട് ഇവിടെ വന്ന് പൊറുതിയാക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് കമല എണ്ണിട്ട് ദേഷ്യപ്പെട്ട് പോകണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രഞ്ജുക്ക് അല്ല അവസാനം പറഞ്ഞ് ഈ മറ്റവളാരാ എന്ന് പറഞ്ഞു. അപ്പോൾ മനു പറഞ്ഞു, അലീനയുടെ കാര്യം ഈ പറയണ. ഓക്കെ ആയോ എന്ന് രഞ്ജു ചോദിക്കും. പാതി വഴിയാടി എന്നൊക്കെ പറയും. എന്നിട്ട് രഞ്ജു ഫുഡ് കഴിച്ച് പാത്രം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ മനുവേട്ടാ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ കുഴപ്പമില്ലടി എന്ന് പറയും. എന്നിട്ട് അങ്ങനെ പോകും. പക്ഷേ മനുവിൻ്റെ ഒരു വല്ലാത്ത വിഷമമായിപ്പോയി. കമല അങ്ങനെ എടുത്തടിച്ചണക്ക് ആ ഒരു ഡയലോഗ് പറഞ്ഞതൊക്കെ വല്ലാത്ത വിഷമമായി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നാളത്തേൽ നമ്മുടെ ടോണി നമ്മുടെ മാമച്ചനെയും ഗ്രേസമ്മയൊക്കെ വെല്ലുവിളിക്കുന്ന സീനാണ്. പിന്നെ ഷെറിൻ്റെയും അതുപോലെ മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ മകൻ്റെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെയൊക്കെ കുഞ്ഞ് എവിടെയാണ് എന്നുള്ളത് ടോണി കണ്ടുപിടിച്ചതൊക്കെ ആയിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. രാത്രി മഴ നനഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നാണ് അങ്ങനെ കിടന്നൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന സീനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈജയും മക്കളും മൂന്നുപേരും ഇരുന്ന് ചായ കുടിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കണവൾ ഒരു മുതലാളിയുടെ മോൻ്റെയും കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് അപേക്ഷിക്കാൻ പോയിക്കണു, ഇവക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജിയുടെ കളിയാക്കലും കാര്യങ്ങളും സീനൊക്കെയാണ് നാളത്തേൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇനി വരുന്ന ഓരോ പുതിയ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.